ഹായ് കൂട്ടുകാരെ, ഷെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഓണം സ്പെഷ്യൽ കുറുക്കുകാളനാണ് തയ്യാറാക്കുന്നത്. കാളൻ തയ്യാറാക്കാനായിട്ട് നമ്മൾ കുറച്ച് ചേന അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് കായ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കായ നമ്മുടെ ഏത്തക്കായ അല്ല കേട്ടോ, ഇത് നമ്മുടെ റോബസ്റ്റിൻ്റെ കായയാണിത്. നമ്മുടെ വീട്ടിൽ ഏത് കായ ഉള്ളതെന്ന് വെച്ചാൽ ആ കായ കൊണ്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്, നമുക്ക് ചേന ഇട്ട് കൊടുക്കാം, കായ ഇട്ട് കൊടുക്കാം, പൊടി ഇട്ട് കൊടുക്കാം, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, ഉപ്പിട്ട് കൊടുക്കാം. കാളനായ കാരണം നമ്മൾ അധികം വെള്ളം ഒഴിക്കണ്ട, നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അത്ര വെള്ളം മതി. ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേവിക്കാൻ വയ്ക്കാം. നമ്മുടെ കഷ്ണങ്ങൾ വേവുന്ന സമയം കൊണ്ട് നമുക്ക് നാളികേരം തയ്യാറാക്കാം. നമ്മൾ കുറച്ച് നാളികേരം ചിരവി എടുത്തിട്ടുണ്ട്. ഒരു നാളികേരത്തിൻ്റെ പകുതിയാണിത്. ആവശ്യത്തിന് ജീരകം ചേർത്ത് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കൂടെ കൂട്ടി അരയ്ക്കുമ്പോൾ നമ്മുടെ അരപ്പിനൊരു പ്രത്യേക മണവും ടേസ്റ്റും കിട്ടും. മുളക് പൊടി ചേർക്കുന്നില്ല, നമ്മൾ 2 പച്ചമുളകാണ് ചേർക്കുന്നത്. വലിയ എരിവൊന്നുമുള്ള പച്ചമുളകല്ലിത്. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. നന്നായിട്ട് അരയണം. കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ വെള്ളം, പോരെങ്കിൽ ഇത്തിരി ഒഴിച്ച് കൊടുക്കുക. ഒന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം അരയ്ക്കാൻ, അധികം വെള്ളമൊന്നും ഒഴിക്കാണ്ട് നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. തൈര് നമ്മൾ നല്ല പുളിയുള്ള തൈര് വേണം നമുക്ക് എടുക്കാനായിട്ട്. സ്ഥിര ജാറിലൊന്നും വെച്ച് അടിക്കേണ്ട, ഇതിങ്ങനെ ഒന്ന് അടിച്ചെടുത്താൽ മതി. തിളച്ചിട്ടുണ്ട്, നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി നാളികേരം അരച്ചത് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കഷ്ണങ്ങൾ അധികം അങ്ങോട്ട് ഉടഞ്ഞ് പോകാൻ പാടില്ല. തൈര് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മൺചട്ടിയായ കാരണം വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഇരിക്കുമ്പോൾ വറ്റിപ്പോവും വെള്ളം. ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് തിളപ്പിക്കാൻ പാടില്ല കേട്ടോ, നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൈര് പിരിഞ്ഞ് പോകും. അത് കാരണമാണ് തിളപ്പിക്കരുതെന്ന് പറയുന്നത്. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ നെയ്യാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ചൂടുണ്ട്, പെട്ടെന്ന് അതിൽ ഉരുകി ചേരും. നല്ല മണമാണ് നമ്മുടെ കാളന്. നമുക്കിനി താളിച്ച് കൊടുക്കാം. ഈ അളവിനാണ് ഒന്നുകൂടി വെള്ളം വറ്റും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാടൻ കറികൾ എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുന്നതാണ് നല്ലത്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം, കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം, ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരിപ്പ് ഒഴിച്ച് കൊടുക്കാം. രണ്ട് മിനിറ്റ് നമുക്ക് അടച്ചു കൊടുക്കാം. തുറന്ന് നോക്കാം. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല അടിപൊളി കാളനാണ്. എല്ലാവരും കൊല്ലോണത്തിന് ഇങ്ങനത്തെ ഒരു കാളൻ തയ്യാറാക്കി നോക്കൂ. നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത്, നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോരുതേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ.